പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 23-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 62-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്നും വരുന്നു. പൂർണ്ണ ദൈവാശ്രയത്തിലും ദൈവഭക്തിയിലും ജീവിക്കുന്നവരെ ദൈവം വളരെ സ്നേഹിക്കുകയും അവർക്ക് വളരെ ദൈവകൃപയും ഉന്നതിയും ദൈവം നൽകുകയും ചെയ്യും എന്നതിന് സംശയമില്ല. ഒരു ദൈവവൈതലിൻ്റെ ഉയർച്ചയും പദവിയും അവർ അനുഭവിക്കുന്ന സമാധാനവും ലോകത്തിന് സഹിക്കുവാൻ കഴിയുന്നതല്ല. തങ്ങൾക്കില്ലാത്ത ഉയർച്ചകൾ മറ്റാർക്കും ഉണ്ടാകേണ്ട എന്നാണ് ലോക മനുഷ്യർ വിചാരിക്കുന്നത്. ചിലപ്പോൾ പേരിന് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരിലും ഇത്തരം പ്രവർത്തികൾ കാണുവാൻ കഴിയും. അത് ഉണ്ട്, സ്വന്തം നമ്മുടെ ജീവിതങ്ങളിൽ അത് അനുഭവിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അസൂയയുടെ പ്രവർത്തികൾ ക്രിയ ചെയ്യുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ്. ഭക്തൻ നേരിടുന്ന അസൂയയുടെയും വെല്ലുവിളിയുടെയും എതിർപ്പുകളുടെയും മുമ്പിൽ പലപ്പോഴും ഭക്തൻ ദോഷാകുലനാകാതെ ദേഷ്യപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കുകയും വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ആമേൻ. മാനുഷികമായി അസാധ്യമായ കാര്യമായിരുന്നു ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുക എന്നുള്ളത്. എന്നാൽ ദൈവം അമാനുഷികമായ പല കാര്യങ്ങളും മിസ്രൈമിൽ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വിടുവിക്കുകയും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ 40 വർഷം ശ്രേഷ്ഠമായി പോറ്റുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എല്ലാ ദൈവമക്കൾക്കും ഏറ്റവും നല്ല മാതൃകയാണ്. തന്നെ ചാട്ടമാറുകൊണ്ട് അടിക്കുമ്പോഴും മൃഗീയമായി തന്നെ തല്ലിച്ചതച്ച് ക്രൂശിച്ചപ്പോഴും യേശു മൗനമായി അത് സഹിക്കുകയാണുണ്ടായത്. തന്നെ സഹാരിച്ചിട്ട് പകരം സഹാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഒന്നും പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക എത്രയും ചെയ്തത്. പ്രിയദേവതിലെ പല കോടതികളിൽ തന്നെ മാറി മാറി ചോദ്യം ചെയ്തപ്പോഴും തൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴും ക്രിസ്തു മൗനമായിരുന്നു. ഹല്ലേലൂയ. യോസഫ് തൻ്റെ സഹോദരങ്ങൾക്ക് എതിരായി ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ദൈവിക ദർശനങ്ങൾ തന്നിൽ ഉള്ളതുകൊണ്ട് സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത വാഗ്ദത്തങ്ങൾ തന്നിൽ വെളിപ്പെട്ടതുകൊണ്ട് അവർ യോസഫിനെ ഉപദ്രവിച്ചു. ഭക്തൻ ആരോടും ഒന്നും ദേഷ്യപ്പെട്ടില്ല, ഒന്നും എതിർത്ത് നിൽക്കാനിടയായില്ല. അവൻ്റെ ഉന്നത പദവിയാണ് മറ്റുള്ളവർക്ക് അവനോടുള്ള ശത്രുതയ്ക്ക് കാരണം. ആദാം ഹൗവ ദമ്പതിമാരെ വീഴിക്കുവാനുണ്ടായ കാരണവും സാത്താന് അവരുടെ പദവികളോടുള്ള അസൂയ നിമിത്തമാണ്. അവൻ വെയിലാറുമ്പോൾ ദൈവം ഭൂമിയിൽ ഇറങ്ങി വരികയും ഏദേൻ തോട്ടത്തിൽ ഇറങ്ങി വരികയും സ്തോത്രം ആദമിനോടും ഹൗവയോടും സമയം ചിലവഴിക്കുന്നു, സംസാരിക്കുന്നു, അവർ ഒരുമിച്ച് നടക്കുന്നു. ഇതൊക്കെയും ഏഥനിൽ സാത്താൻ കണ്ടപ്പോൾ അവൻ അസൂയ കൊണ്ട് മനുഷ്യനെ പാപത്തിൽ വശീകരിച്ചു. ഏതനിൽ പ്രവർത്തിച്ച അതേ വ്യാപാര ശക്തി ഇന്നും ആത്മീയ മണ്ഡലങ്ങളിലും സ്തോത്രം ലോകത്തിൽ ലോക മനുഷ്യരുടെ നടുവിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, വ്യാപരിക്കുന്നതിനാൽ ദൈവസന്നിധിയിൽ പദവികൾ ഉള്ളവരെ ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ, വിശുദ്ധിയിൽ നിൽക്കുന്നവരെ, വേർപാടിൽ നിൽക്കുന്നവരെ, അനുഗ്രഹീതരായവരെ സാത്താൻ വീഴിക്കുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് പലതരത്തിലുള്ള കള്ളത്തരങ്ങളും കാപട്യങ്ങളും നുണകളും അപവാദങ്ങളും പറഞ്ഞ് ഏതൊക്കെ തരത്തിൽ അവിടെ നന്മകളെ തടയാമോ, അവിടെ സന്തോഷങ്ങളെ തടയാമോ, അവിടെ ശുശ്രൂഷകളെ തടയാമോ, ഇങ്ങനെ ഓരോ ദിനവും സാത്താൻ പോരാടിക്കൊണ്ടിരിക്കുന്നു.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗൽ സാത്താന്റെ തന്ത്രത്തിൽ വീണുപോയി. യേശുക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം നടക്കുകയും പണസഞ്ചി സൂക്ഷിക്കുകയും ചെയ്തിരുന്ന യൂദയിൽ സാത്താൻ കയറി പണത്തിന്റെ മോഹം അവനിൽ വർദ്ധിപ്പിച്ചു. ദൈവസന്നിധിയിൽ നിന്നും വീണവർക്ക് ക്ഷമയോടെ മൗനമായി കാത്തിരുന്ന് നന്മ പ്രാപിക്കാൻ കഴിയാതെ പോയി. ശൗലും ദാവീദിന്റെ മകനായ അബ്ശാലോമും ദാവീദിനെ കൊന്നുകളയുവാൻ അവൻ എത്രയോ പദ്ധതികൾ ഒരുക്കി. എന്നാൽ ദാവീദ് ദൈവസന്നിധിയിൽ മൗനമായിരുന്നു. ദൈവത്തോട് തൻ്റെ സങ്കടങ്ങളെ പകരുവാനിടയായി. ദാവീദിനെ ദൈവം തൻ്റെ സിംഹാസനത്തിൽ, ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ രാജപദവിയിൽ ഉറപ്പിച്ച് ആദരിക്കുവാനിടയായി. പ്രിയ ദൈവവൈതലേ, നിന്റെ ശത്രുക്കൾക്കെതിരായി നിന്റെ ശുശ്രൂഷകൾക്കെതിരായി, ദൈവസഭയ്ക്കെതിരായി, നിന്റെ തലമുറകൾക്കെതിരായി കുറ്റവും അപവാദവും പറഞ്ഞു നടന്നാലും പകരം ചോദിക്കാൻ പോകണ്ട. ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് നിന്റെ ദിനങ്ങള് സ്തോത്രം ഹല്ലേലൂയ, നിന്റെ ഭാരങ്ങള്, നിന്റെ വേദനകള് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പകരാമോ? ദൈവം ഹല്ലേലൂയ അതിന് മറുപടി നൽകുവാനിടയായി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതേ പ്രിയ ദൈവവേദനേ, നിന്റെ കണ്ണുനീർ കാണാതെ പോകുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നിന്റെ ഉള്ളം സ്തോത്രം ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. നിന്റെ പ്രത്യാശ അവങ്കിൽ നിന്നും വരും. ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നിന്നും നിന്റെ പ്രത്യാശയ്ക്കുള്ള നന്മ വരും നിശ്ചയം. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും ചേർന്ന് പാടുവാനിടയാകട്ടെ. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസം പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന നാഥ, ഈ പ്രഭാതം നാഥ ദൈവസന്നിധിയിൽ പകരുന്ന ഓരോ സങ്കടങ്ങളും മൗനമായിരുന്ന് കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പകരുമ്പോൾ സ്വർഗം മറുപടി നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ഇടവരാതെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം ഞങ്ങളെ സഹായിക്കണം. ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിലകത്ത് ശത്രു പോരാടുവാൻ ഇടവരാതെ സ്വർഗം ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ മുന്നിലിരിക്കുമ്പോൾ നാവ് കടിഞ്ഞാണിട്ട് കാത്ത് ദൈവസന്നിധിയിൽ മൗനമായി സ്തോത്രത്തോടുകൂടെ സ്തുതിയോടുകൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. എല്ലാവിധ നന്മകളാണ് നിറയ്ക്കും. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു.